ഷിയാസ് കരീം കൊച്ചിയിലും കോഴിക്കോടും ഉള്ള ഹോട്ടലുകളിൽ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും ചൂഷണം ചെയ്തുവെന്നും അതിനൊപ്പം തന്നെ ഒപ്പം നിർത്തിക്കോളാം ജീവിത അവസാനം വരെ ഈ പറഞ്ഞ വ്യക്തി എന്റെ കുടുംബമായിട്ട് അത്ര ബന്ധമുണ്ട്. അവരുടെ മകളെ കല്യാണം കഴിക്കുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് അങ്ങനെ അത് അവരുടെ ബോയ്ഫ്രണ്ട് കൂടെ ആ സ്ത്രീയുടെ ബോയ്ഫ്രണ്ട് ഒളിച്ചോടി പോവുകയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽസ് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഷിയാസ് കരീമിൻ്റെ. വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ ചെയ്യാൻ. പക്ഷേ ഷിയാസിൻ്റെ ഈ ഒരു വിഷയം കുറച്ച് ദിവസം മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് കറങ്ങി നടന്നിരുന്നു. കാരണം വെച്ചാൽ ഷിയാസിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള സ്ത്രീ പ്രത്യേകം എടുത്തു പറയണം. ഷിയാസിനെതിരെ കേസ് വന്നിട്ടില്ല, കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും സംസാരിക്കുന്നത് കണ്ടു. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഷിയാസിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടില്ല, ഒരു പരാതിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ പരാതി ഉന്നയിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് നിയമം മുതൽ ബാക്കി എല്ലാവരും ആ ഒരു പുരുഷന് അഗെയിൻസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഷിയാസിനെ സംബന്ധിച്ച് ഇതുപോലെ ഇൻസിഡൻസ് ഇൻ ദ പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഷിയാസിനൊരു ആൻറ്റിസിഡൻസ് ഉണ്ട് ഇതുപോലത്തെ വിഷയങ്ങളിൽ. ഷിയാസിന് ഇതുപോലത്തെ ഒരു പാസ്റ്റ് ഉണ്ട്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഷിയാസ് എയറിലാണ് എന്ന് നിസ്സാരവൽക്കരിച്ച് പറയാൻ പറ്റില്ല. കാരണം ഷിയാസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാടിനെ ഇപ്പോൾ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ നമ്മളൊക്കെ വേണ്ട എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പല വിഷയങ്ങളും ഏണി വെച്ച് ചാടി പിടിച്ച പോലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഷിയാസ് കരീം. സ്പെഷ്യലി അനുമോളുടെ ബീഫ് വിഷയം, അതിന് മുന്നേ അഖിൽ മാരാർ, അതിനു മുന്നേ BJP, RSS ഇതിനൊക്കെ ചൊറിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പൊലിപ്പിക്കത്ത രീതിയിലുള്ള ശത്രുക്കളെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമയമാണ് ഷിയാസ്. ഇത് എത്ര പേരിങ്ങനെ സംസാരിച്ചു എന്നുള്ളത് അറിയില്ല. ഞാൻ ഷിയാസിനെ കാണുന്നത് അധികം വകതിരിവൊന്നും ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലാണ്. ആൾ വളരെ മോശമാണ്, മനസ്സുകൊണ്ട് വളരെ ദുഷ്ടനാണ്, വളരെ മോശമായിട്ടുള്ള ക്യാരക്ടറാണ്, നശിച്ചു പോകേണ്ട ആ വ്യക്തിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നാമത് ഷിയാസിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് പൊട്ടത്തരം കയ്യിലുണ്ട്. എന്തെവിടെ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്ന അറിവിൻ്റെ കുറച്ച് കുറവുണ്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ബീഫിൻ്റെ അനുമോളുടെ വിഷയത്തിലൊക്കെ ഷിയാസിന് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയോ? നമുക്കിപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ നമ്മുടെയൊക്കെ പാസ്റ്റ് ഓരോരുത്തർക്കും പേഴ്സണലി പാസ്റ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. നാളെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുറം ലോകം ആയുധമാക്കാവുന്ന രീതിയിലുള്ള പല ഇൻസിഡൻസും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും വളരെ മിനിമം മെച്യൂരിറ്റി, മിനിമം വകതിരിവ് എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതുപോലുള്ള പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യാതിരിക്കുക, മറ്റുള്ള ആൾക്കാരെ പ്രകോപിപ്പിക്കാതിരിക്കുക, സ്വയം ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഏത് രീതിയിൽ? ഇതുപോലത്തെ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഷിയാസ് കരീം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടേണ്ട ഫാഷനും കാര്യങ്ങളും ജിമ്മും മസിലും പരിപാടിയും കാര്യങ്ങളുമായിട്ട് ബിഗ് ബോസസ് മൂവി മോഡലിംഗ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട, പോപ്പുലർ ആവണ്ടെന്നല്ല, കോൺട്രവേഴ്സ്യൽ കാര്യങ്ങളിൽ ഇടപെടാതിരുന്ന ഷിയാസിന് നന്ന്. ഒരു പക്ഷേ ചിലപ്പോൾ ഷിയാസിൻ്റെ പുറകെ ആരുള്ളതെന്നൊന്നും എനിക്കറിയില്ല, ഷിയാസിൻ്റെ കൂടെ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും, ഞാൻ BJP കാരനായിട്ടോ ഒന്നും അല്ല കേട്ടോ, പല പൊളിറ്റിക്കലി പലർക്കെതിരെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗഹൃദ വലയങ്ങൾ, ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഷിയാസിനുണ്ടായിരിക്കാം. പക്ഷെ അത് കണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു പാസ്റ്റോ, ഇതിപ്പോൾ ഷിയാസ് ഇതിൽ തെറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഷിയാസ് തെറ്റ് ചെയ്തില്ല എന്നും പറയുന്നില്ല. ഷിയാസിൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഷിയാസിനെ മാത്രമേ അറിയുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പാസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എവിടെയാണോ നമ്മൾ വായ പൂട്ടിയിരിക്കേണ്ടത് അവിടെ പൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പുലിവാല് പിടിക്കേണ്ടത് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷിയാസിനെതിരെ വന്നിട്ടുള്ള പരാതി ഏകദേശം കാണുന്ന സമയത്ത് അത്ര ഇപ്പോൾ സാധാരണ കണ്ടീഷനിൽ നമ്മളൊരു അതിജീവിത എന്നൊക്കെ പറഞ്ഞിട്ട് വിക്ടിം എന്നുള്ള കണ്ടീഷനിൽ പരാതി കൊടുക്കുന്നത് പോലെ ഒറ്റയടിക്ക് നമുക്കറിയില്ല, ഒരുപാട് നൂലാമാലകൾ ഉള്ളത് പോലെ തോന്നുന്നത്. നമ്മുടെ നിയമത്തിൻ്റെ പ്രത്യേകത പ്രകാരം എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ തോന്നിയില്ല. ഇപ്പോൾ ഈ കേസിൽ തെറ്റ് ആ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും കേസിൽ ഇതുപോലെ തെറ്റുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് എത്ര സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും എത്ര പവറും മണിയും എല്ലാം ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ആ ഒരു പുരുഷനെ കംപ്ലീറ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് സത്യാവസ്ഥ അറിയില്ല, രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ ഒരു നിയമത്തിൻ്റെ ഒരു സംഭവം. ഇന്ന് ഷിയാസിൻ്റെ വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ജസ്റ്റ് ഞാൻ ഒരു ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം, അതിനുശേഷം ഷിയാസിൻ്റെ 1-2 പ്രതികരണമുണ്ട്. ഒന്ന് ഷിയാസ് ബിഗ് TVക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വോയിസാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. പിന്നീട് ഷിയാസ് കരീം ഷിയാസിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ന്യൂസും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിഷയം കുറച്ച് ദിവസമായിട്ട് പൊങ്ങി വരും എന്നുള്ളത് സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീ വളരെ ഒരു 50 വയസ്സ് 60 വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷിയാസ്
ഷിയാസിൻ്റെ വോയിസിൽ പറയുന്നുണ്ട് എൻ്റെ ഉമ്മാൻ്റെ പ്രായമുള്ള സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നോർമൽ കണ്ടീഷനിലുള്ള ഒരു സമപ്രായക്കാർ അല്ലെങ്കിൽ ചെറിയൊരു ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു വിഷയമല്ല. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ പല കാര്യങ്ങളും നമുക്കിവിടെ തുറന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇങ്ങനത്തെ കേസിൽ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് അതാണ് ഇതിൻ്റെ സ്ഥിതി. പിന്നെ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞാൽ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് എസ്പെഷ്യലി നെഗറ്റീവ് കാര്യമാണെന്നുണ്ടെങ്കിൽ ആർക്കാണോ അത് നെഗറ്റീവ് ഉള്ളത് ആ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉടനെ സ്പ്രെഡാവും. പിന്നീട് അതിനൊരു ന്യായീകരണമായിട്ട് പുരുഷനാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റൻസിൽ എത്ര വന്നു കഴിഞ്ഞാലും ആ ഒരു വിഷയത്തിന് റീച്ച് ഉണ്ടായിരിക്കില്ല. ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി ഓഫ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ കാലത്ത് അതാണ് അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് ഇപ്പോൾ ഇതിനു മുന്നുള്ള പല കേസിലൊക്കെ നമ്മൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ടോ എനിക്ക് ഒരു 50-50 എന്നുള്ള കണ്ടീഷനിൽ ഞാൻ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷിയാസിൻ്റെ ബീഫ് വിഷയത്തിൽ ഞാൻ ഷിയാസിനെ അനുകൂലിക്കുന്നില്ല. ഷിയാസ് ഒരു പൊട്ടത്തരാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പൊട്ടത്തരാണ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഞാൻ പറയാനുള്ളത്. വിവരക്കേട് വിളിച്ചു പറഞ്ഞു അനുമോളോട്. സ്ഥലകാലബോധമില്ലാതെ സുഹൃത്തോ സൗഹൃദ ബന്ധമോ എന്തോ ആയിക്കോട്ടെ, സഹോദരി എന്തോ ആയിക്കോട്ടെ, സ്ഥലകാലബോധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ രണ്ടാമത്തെ ഷിയാസിൻ്റെ ന്യായീകരണം അത് അത്ര കണ്ട് നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ആദ്യത്തെ ഷിയാസിൻ്റെ ഭാഗത്ത് നിന്ന് കയ്യിൽ നിന്ന് പോയ സാധനം പിന്നെ ന്യായീകരിച്ച് പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ചില കേസിൽ നമ്മൾ മുണ്ടാതിരിക്കണം. ഇപ്പോൾ ഇനി അഖിൽമാരാരുടെ കേസ് തന്നെ ഉണ്ടായത് അനാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടിരിക്കണം. എന്തൊക്കെയോ പറയണം ആ ചങ്ങായോട്ടിരുന്നിട്ട്. അതേപോലെ തന്നെ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പുലിവാല് പിടിച്ചു പോകും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിയാസിനെ പോലുള്ള വ്യക്തികൾക്ക് നിങ്ങളെ ആരാണെങ്കിലും ഷിയാസിനെ പോലെ തന്നെ ആർക്കാണെങ്കിലും നമുക്കൊരു ആൻറ്റിസിഡൻസ്, നമ്മളൊരു പാസ്റ്റ്, നമുക്കൊരു ഭൂതകാലം, ഒരു ആദ്യം പുറത്തറിഞ്ഞാൽ പ്രശ്നമാവുന്ന രീതിയിലുള്ള ഭൂതകാലത്തിൽ ആയുധമാക്കാവുന്ന കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു പ്രൊവോക്ക് എനിബഡി. ആരെയും പ്രകോപിപ്പിക്കാതിരിക്കുക. ന്യൂസ് പ്ലേ ചെയ്യാം. പാലാരിവട്ടം പോലീസിന് യുവതി പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നത് ഷിയാസ് കരീം തന്നിൽ നിന്നും പലപ്പോഴായി 49 ലക്ഷം രൂപ തട്ടിയെടുത്തു. അത് ആദ്യം കോഴിക്കോട് കുറച്ച് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, പിന്നീട് ഈ ഒരു ജിമ്മ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി. അതിൽ തന്നെ പാർട്ട്ണർ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ പണം തിരികെ ചോദിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ചില ദൃശ്യങ്ങൾ, അതായത് ചില നഗ്ന വീഡിയോകളടക്കം പോൺ സൈറ്റുകളിൽ പ്രദർശിപ്പിക്കും, അതോടൊപ്പം തന്നെ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഷിയാസ് കരീം ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 2018 ഷിയാസിനെ യുവതി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി പരിചയപ്പെട്ടത്. അതിനുശേഷം 22 ഇവർ ഒന്നിച്ച് ലിവിങ് ടുഗദർ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് ഷിയാസ് വിവാഹിതരാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഷിയാസ് വിവാഹം കഴിച്ചു എന്ന് താൻ അറിയുന്നത്. യുവതി വിവാഹം കഴിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു ആള് കൂടിയാണ്. ഓക്കെ, ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. കുറച്ച് കാര്യം ചോദിക്കാം. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഈ ലേഡിയെ ഇകഴ്ത്തി സംസാരിക്കല്ല കേട്ടോ, ഒരു മിനിറ്റ്, ഈ ഒരു സ്ത്രീനെ ഞാൻ ഇകഴ്ത്തി സംസാരിക്കല്ല ഒരിക്കലും. നമുക്കിതിൻ്റെ സത്യാവസ്ഥ, ഒരു നിമിഷം, നമുക്കിതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അറിയില്ല. പക്ഷെ എന്നാലും പറയാം, ഷിയാസ് കരീം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഷിയാസ് കരീമിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളതും ഷിയാസ് കരീമിൻ്റെ വൈഫും രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ഷിയാസ് കരീമിന് ഈയിടെയായിട്ട് അടുത്ത് കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ കൃത്യമായി ഷിയാസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇവർ ഈ ന്യൂസിൽ പറഞ്ഞ പോലെ ലിവിങ് ടുഗദർ ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ദ ബ്യൂട്ടി ഓഫ് ദ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല. അത് സ്വയം പൊല്ലാപ്പായി മാറും. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ എന്താ അറിയോ, ചില കാര്യങ്ങളിൽ ചില ആൾക്കാർക്ക് ഒരാളോട് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്ത് അലിഗേഷൻ വന്നു കഴിഞ്ഞാലും അത് ആയുധമാക്കി അയാളെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് പലർക്കുണ്ട്. സ്പെഷ്യലി പൊളിറ്റിക്കലി ഒക്കെ വരാം. പക്ഷേ എൻ്റെ ഒരു കേസിൽ, എൻ്റെ ഒരു പേഴ്സണലി ഐ എം റിയലി സോറി ഫോർ ദിസ്. ദിസ് ഇസ് മൈ വേ ഓഫ് ടേക്കിംഗ് അപ്പ് തിങ്സ്. ഞാൻ അങ്ങനെ ഒരാളുടെ കേസിൽ ഞാൻ ഓരോ വിഷയങ്ങൾ നോക്കിയിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒരാളൊരു വിഷയത്തിൽ വളരെ മോശമായിട്ട്, ഇപ്പോൾ ഷിയാസിനെ കേസ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, വളരെ കടുത്തതായിട്ടുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി അനീതി നേരിടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചവിട്ടി തേക്കുക എന്നുള്ള കണ്ടീഷനിൽ ഒരിക്കലും ഞാൻ മുന്നോട്ട് പോകാറില്ല. ഷിയാസിൻ്റെ പ്രതികരണം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ, ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി.
എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാവരെ. പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ എന്റെ പേരിൽ ഇപ്പോൾ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയാൻ വിട്ടുപോയി. ഷിയാസിന്റെ സ്റ്റോറി ഓൾറെഡി ഉണ്ട്, ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഷിയാസാണ് ആദ്യം പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ലേഡി അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൗണ്ടർ കേസായിട്ട് മാറും. കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ ആളുകളും എൻ്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. ഇത്രയധികം കോൺഫിഡൻസോട് കൂടിയാണ് ഒരു വ്യക്തി സംസാരിക്കുന്നത്. നമ്മളിതിന് മുന്നേ നിവിൻ പോളിൻ്റെ കേസിലൊക്കെയാണ്, ഇപ്പോൾ ഞാൻ കൂട്ടിക്കുറച്ച് സംസാരിക്കുന്നില്ല കേട്ടോ. ഷിയാസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. ഷിയാസിൻ്റെ കോൺഫിഡൻസ് കറക്റ്റ് ആണെങ്കിൽ ഷിയാസിന് ഡെഫിനറ്റ്ലി നീതി കിട്ടണം. അതല്ല, മറിച്ച് ഷിയാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഷിയാസ് ശിക്ഷപ്പെടുക തന്നെ വേണം. കേരള പോലീസ് ഷിയാസ് പറഞ്ഞ പോലെ തന്നെ വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ തന്നെ കേസ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമായിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, നമുക്ക് ഒന്നും എടുത്ത് പുറത്തുവിടാനോ കഴിയില്ല. എടുത്തു വെച്ച് സംസാരിച്ച ആൾക്കാർ ഇപ്പോൾ വീഡിയോ മുഖ്യമൊന്നും അറിയില്ല. ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിഷയത്തിൽ. കാരണം ഈ ഒരു വിഷയം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. ആൾക്കാരുടെ പേരൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഈ ഒരു കേസ് തെറ്റാണെന്ന് അഥവാ ഇൻ കേസ് ആണെങ്കിൽ, അങ്ങനെ തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോൾ പറയാൻ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് ശത്രുക്കളുള്ള വ്യക്തിയാണ്, ഒരു വിഭാഗം തന്നെ ശത്രുക്കളെ ആക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഷിയാസ് കരീം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇതിലൊരു പക്ഷേ നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരിക്കാം, ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഇസ് വാട്ട് ഐ ആം, നമുക്ക് ഇത്രയേ ഉള്ളൂ. അയാൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെ സംസാരിച്ചു, അയാളുടെ ചിന്താഗതി എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇതിൽ ഇയാൾ അഥവാ തെറ്റുകാരനല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് അയാളെ തകർക്കുക, ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്കെന്തുകൊണ്ടോ യോജിക്കാൻ പറ്റില്ല. ഷിയാസിനെ ഞാൻ പലപ്പോഴും എതിർത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മിക്സഡായിട്ട്. എൻ്റെ കേസൊക്കെ അങ്ങനെ പോകാറുള്ളൂ. ഒരു എതിർക്കപ്പെടേണ്ട ഒരു സ്ഥിതി എന്നുള്ളതില്ല. പിന്നെ പേഴ്സണൽ ലൈഫിൽ പല സ്വഭാവങ്ങളുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ, പല കാര്യങ്ങളൊക്കെ ആയുധമാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി മൂടടിച്ച് വീഴേണ്ടി വരും. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.